or welcome back to Beyond Borders. അപ്പോൾ ഇന്ന് നമ്മൾ കളർ ഗിഫ്റ്റ് ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 5 കളേഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കളേഴ്സ്. സോ നമ്മൾ ഇന്ന് വാൾമാർട്ടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും സ്പ്ലിറ്റ് ആയിട്ട് പോകും. എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഐറ്റംസ് ഞാൻ എടുക്കും, അവർക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ഞാനും എടുക്കും. സോ അപ്പോഴത്തേക്ക് എന്നിട്ട് സർപ്രൈസ് ആയിട്ട് നമ്മളൊരു ഫൈനൽ ആയിട്ട് ലാസ്റ്റിൽ ഒരു ഔട്ട്പുട്ട് ഇട്ട് സർപ്രൈസ് ചെയ്യിപ്പിക്കുന്നതാണ് പ്ലാൻ. സോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പിക്ക് ചെയ്യാന്നുള്ളത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മൾ ഇവിടുന്ന് ഏതൊക്കെ സെക്ഷൻ നിന്നാണ് ഐറ്റംസ് എടുക്കുന്നത്, ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് നമ്മളിപ്പോൾ പറയാം അല്ലേ? അതാണ്. അപ്പോൾ രണ്ടുപേരും ഓരോരുത്തർ അവരവരെ ഹണ്ടിങ് തുടങ്ങാം. ആൻഡ് ഓൾസോ നിങ്ങൾ കമന്റ് ചെയ്യുക ഏതാണ് ബെസ്റ്റ്, ആരുടെ സെലക്ഷൻ ആയിരുന്നു ബെസ്റ്റ് എന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ട്, $20 ആണ്. അതിന്റെ അകത്ത് വേണം $25 അകത്ത് വേണം നമ്മൾ ഐറ്റംസ് എടുക്കാൻ. സോ ആരുടെ സെലക്ഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയോ. ഓക്കെ, സോ നമുക്ക് ഹണ്ടിങ് തുടങ്ങാം അല്ലേ? നീ ആ വഴി പോ, ഞാൻ ഈ വഴി പോ. എനിക്ക് ഈ സെക്ഷനിൽ നിന്ന് എന്തെങ്കിലും വേണമെന്നൊരാഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം അജി വരുമ്പോൾ ഈ സെക്ഷനിൽ വന്ന് എടുക്കുമോ എന്നുള്ളത്. കണ്ട് അവിടെ നല്ല അടിപൊളി കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഗേൾസിന് എന്തോരം ഓപ്ഷൻസ് ആണ് നോക്കണേ. ഞാനിപ്പോൾ ഒരു ഗേളിനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതൊരു സെറ്റ് അങ്ങനെയൊക്കെ എടുത്ത് നിറച്ചേനെ. കാരണം ഒക്കെ $5 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലേ ഉള്ളൂ. സോ അഫോർഡബിൾ ആണ്. അതുപോലെ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്, ബാംഗിൾസ് ഉണ്ട്. ഇതൊക്കെ വാങ്ങിക്കായിരുന്നു. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബ്രൗൺ കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാൾമാർട്ടിൻ്റെ അകത്തെത്തി നോക്കിയപ്പോൾ കുറേ നല്ല കിടിലം ബൊമ്മകളൊക്കെ ഉണ്ട്. ബട്ട് അവൻ ബൊമ്മ അത്ര ഇഷ്ടപ്പെടും തോന്നുന്നില്ല. സോ നമുക്ക് വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. ബ്രൗൺ, ഈ ബോയ്സിന് ഓപ്ഷൻസ് വളരെ കുറവാണ്. അതൊരു വലിയ ടാസ്ക് ആണ് നമുക്ക്. ഈ ബഡ്ജറ്റിൽ എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് നമ്മുടെ കളർ ഇസ് ബ്ലാക്ക്. സോ ലെറ്റ്സ് ട്രൈ ഫൈൻഡിങ് സംതിങ് ബ്ലാക്ക്, ഫോക്കസിങ് ഓൺ സംതിങ് ദാറ്റ് സന ലൈക്സ്. സോ മോസ്റ്റ്ലി ക്യാൻഡീസ്, ചോക്ലേറ്റ്സ്, ഗെയിംസ്, പിന്നെ ഏഷ്യൻ ആൻഡ് അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ സനക്ക് ഇഷ്ടമാണ്. ഒരു ഡ്രിങ്ക്സ്, അതാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ അപ്പം ഇറ്റ് വിൽ ബി മോർ സംതിങ് ദാറ്റ് ഷീ ലൈക്സ് ആസ് വെൽ, hopefully within the budget, but let's go find. Okay, അങ്ങനെ നമ്മൾ ടോയ് സെക്ഷനിൽ എത്തിയൊക്കെയാണ്. As you can see, a lot of toys. ബ്ലാക്കിൽ സനക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് എന്തെങ്കിലും മേടിക്കണം. The Barbie looks good, but it's $19. Oh my god, off budget. ഏതെങ്കിലും ഒരു കൊച്ചു കാറും പിടിക്കാം. സനക്ക് കാറും ഇഷ്ടമാണ്. As a kid, she loves driving cars too, so probably that's what I'm getting. And I think I got it, guys. I got the perfect one. Okay, ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, അത് കൊടുക്കുമ്പോൾ കാണിക്കാം. But I think I got a pink one. So let's see, ബ്ലാക്കിന് വേണ്ടി വന്നതാണ്, but I think I got a pink one. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്ലൂ കളറാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. എനിക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു കിടിലം പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. എന്താണ് ഐറ്റം എന്നുള്ളത് ഇവിടെ നിന്ന് ഉള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. സോ ഇതൊന്നും ഒരു ഐറ്റമാണ് എടുക്കുന്നത്. എന്താണെന്നുള്ളത് ഞാൻ അവന് കൊടുക്കുന്ന സമയത്ത് റിവീൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഐറ്റം എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് പോട്ടെ. അപ്പോൾ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു കളർ നമുക്ക് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ബഡ്ജറ്റ് കുറച്ച് ഇത്രയാണ് സീനാണ്, ബട്ട് ലെറ്റ്സ് മേക്ക് ഇറ്റ് വർക്ക് റൈറ്റ്. എന്നാലും നമുക്കിപ്പോൾ ബ്ലാക്ക് ആണ് നമുക്ക് തേടാനുള്ളത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേർണി ഫോർ ബ്ലാക്ക്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ കംപ്ലീറ്റ് ഈ ഗേൾസിനുള്ള കേട്ടോ ഫുൾ ബാഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിപ്പോൾ എന്തെടുക്കും എന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും 2 കളർ ഡൗൺ ആണ്. ഇനി 2 കളറും കൂടെ എടുക്കാനുണ്ട്. അങ്ങനെ വിചാരിച്ച കണക്ക് തന്നെ ഗ്രീനിന് ഒരു ഡ്രിങ്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് കേട്ടോ, ഫ്രം ദി എക്സോട്ടിക് ഐൽ ഒരു ഇന്റർനാഷണൽ ഐൽ. ലാസ്റ്റ് ആയിരുന്നത്. സോ ആൻഡ് സനക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് കൂടെയാണ്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. കാണാം, ബട്ട് അത് എടുത്തത് ഇവിടെ നിന്നാണ്. ഫ്രം ഹിയർ കുറെ ഉണ്ടായിരുന്നു ചൂസ് ചെയ്യാൻ കേട്ടോ. സോ അത് കാണാൻ കുറച്ച് ഗ്രീൻ അതിൽ ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്ത് കേട്ടോ. ഐ എം ഗോണ കൺസിഡർ ആസ് ഗ്രീൻ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ. സോ അത് എവിടെ തപ്പാം. ആക്ച്വലി ഇത് ഇങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി വരുമ്പോഴാണ് നമ്മുടെ കൊച്ചിലെ നമുക്ക് എന്തൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ലേ, അതൊക്കെ എല്ലാവരും ഉണ്ട്. ലൈക്ക് യുനോസി കണ്ടില്ലേ, പവർ റേഞ്ചേഴ്സ്, സൂപ്പർമാൻ ഫിഗറീൻസ്, മാസ്ക്, ഡൈനോസർ മാസ്ക്സ്, ലൈക്ക് എല്ലാവരും ഉണ്ട്. ഇപ്പോഴത്തേക്കാണെങ്കിൽ ഇങ്ങനെ വരുമ്പോഴാണ് ആ ബേബ്ലേഡ് ഒക്കെ. ഓ മാൻ, എന്താ സാധനം അല്ലേ. വി ഓൾ ഗ്രൂ അപ്പ് അറ്റ് വൺ പോയിന്റ്. ഇത് വന്നപ്പോഴത്തേക്ക് ഐ എം ഓൺ ലൈക്ക് എ നൊസ്റ്റാൾജിക് ക്രൂസ് പോലെ. കണ്ടില്ലേ, പോക്കിമോൺ, ഓ മൈ ഗോഡ് ഗൈസ്, ജോൾട്ടിയോൺ എല്ലാം ഉണ്ട് ഇവിടെ. ഇറ്റ്സ് ഇൻസെയിൻ. നെർഫ് ഗൺസ്, ഉഫ്, അനിയന്മാരായിട്ടൊക്കെ ഇടിയായിരുന്നു. ഇങ്ങനെയൊക്കെ അന്ന് കിട്ടിയിരുന്നെങ്കിൽ നല്ല ഫണ്ണായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ, കുറച്ച് ഓഫ് ട്രാക്ക് ആയി, ബട്ട് ലെറ്റ്സ് ഗോ ഫൈൻഡ് സംതിങ്. കുറേ ഓപ്ഷൻസ് ഇപ്പം ഞാൻ കണ്ടു, ബട്ട് അതൊന്നും എടുക്കാനുള്ള ബഡ്ജറ്റ് നമ്മളെ കയ്യിലില്ല, കാരണം ലിമിറ്റ് ഉള്ളതുകൊണ്ട്. ആൻഡ് ബോയ്സിൻ്റെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. സോ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സെയിൽ സെക്ഷനിൽ എവിടെയെങ്കിലും പോയി നോക്കേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് 2 കളർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഇനി അടുത്ത കളർ നമുക്ക് വേറെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സെക്ഷനിൽ പോയിട്ട് നോക്കാം. അങ്ങനെ കുറച്ച് സ്നാക്സ് സെക്ഷനിലോട്ട് ഇങ്ങനെ തേടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഓറഞ്ചിന്
അതോ അവിടെ നിങ്ങൾക്ക് കണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഏഷ്യൻസ് ആൻഡ് ഇന്റർനാഷണൽ ഫുഡിൻ്റെ അയലിലിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും നമ്മുടെ ഫൈനൽ 3 ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് ബ്രൗൺ എടുക്കാനുള്ളത്. നോക്കട്ടെ കേട്ടോ, ഉറപ്പായിട്ട് ഇവിടെ എന്തെങ്കിലും കിട്ടും. ഒക്കെ ബഡ്ജറ്റിൽ നിൽക്കത്തില്ല. മേ ബി $5 അതുണ്ട്. ബട്ട് മോണൊക്കെ വന്നിട്ട് $17 ആണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ മേടിക്കായിരുന്നു. അങ്ങനെ ഡ്രിങ്ക് അതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്ന സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇവൻ ഞങ്ങൾ ന്യൂയോർക്ക് വ്ലോഗ് പോസ്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ കാണുമോ, ദെൻ യു വിൽ ഗെറ്റ് ദ റെഫറൻസ്. അവിടെ പോയപ്പോൾ സനയ്ക്കൊരു ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഡ്രിങ്ക് ഇവിടെ ഉണ്ട്. ഞാൻ വിചാരിച്ചതിൻ്റെ അത്രയും ഇതല്ല കേട്ടോ. ഐ തോട്ട് ബ്ലാക്ക് വാസ് ഗോണ ബി ദ ഈസിയസ്റ്റ്. പക്ഷെ കറുപ്പ് കളറാണ് കേട്ടോ. ഇരിക്കുന്നതിലെ പാട്. ഞാൻ കുറേ റൗണ്ട് കറങ്ങി ഒന്നും കിട്ടുന്നില്ല. LED ലൈറ്റ്, ഇത് അവന് അത്ര ഇഷ്ടപ്പെടും ചാൻസ് ഇല്ല. ഞാൻ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് പേടിച്ചു പോയി. ഐ വാസ് ജസ്റ്റ് വാക്കിംഗ് അലോൺ ഓൾ ഇൻ ദിസ് അയൽ. എന്നിട്ട് ഇവൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നപ്പോഴേക്കണ്ട മോഷൻ സെൻസർ ആണെന്ന് തോന്നുന്നു കേട്ടാ. $34. Scared the hell out of me. That was funny. ഏകദേശം നമുക്ക് എല്ലാ കളറും കിട്ടിയിട്ടുണ്ട്. ദ ഓൺലി കളർ റിമൈനിങ് ഈസ് ബ്ലാക്ക്. അതും കൂടെ കിട്ടിയാൽ മിഷൻ സക്സസ്ഫുൾ ആവും. എനിക്കൊന്നും കിട്ടത്തിട്ട് എല്ലാം എൻ്റെ നമ്മുടെ ബഡ്ജറ്റ് 25 അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. സോ യു മേക്കിംഗ് സോ ഗ്രേറ്റ് പ്രോഗ്രസ്. സോ ലെറ്റ്സ് ഫൈൻഡ് ദ ലാസ്റ്റ് വൺ. എൻ്റെ മോനെ അങ്ങനെ അവസാനം ഒരെണ്ണം കിട്ടി കേട്ടോ. വലുതായിട്ടൊന്നും കിട്ടിയതാ. ഈ ഗേൾസിൻ്റെ ഹെയർ കളറും ആ സെക്ഷനിൽ നിന്ന് കിട്ടിയാണ്. സോ ബില്ലടിച്ചിട്ട് ഇപ്പോൾ കാണാൻ എത്ര വരുന്നത്. ആൻഡ് ദെൻ മിക്കവാറും നമ്മൾ നേരെ കട്ട് ചെയ്ത് എക്സ്ചേഞ്ചിലോട്ട് പോവാം. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ പോവാണ്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് റിവീൽ ചെയ്യാം. ഇനി നമ്മൾ അജീനെ കണ്ടുപിടിക്കണം. അവനിപ്പോൾ പാർക്കിങ്ങിൽ എവിടെയോ ആണ് കേട്ടോ ഉള്ളത്. കുറേ കഷ്ടപ്പെട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. സോ അതിനകത്ത് ഞാൻ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. ബട്ട് നമുക്ക് നോക്കാം അവൻ ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നൊക്കെ. ബട്ട് ടു ബി ഫ്രാങ്ക് ബോയ്സിന് ഓപ്ഷൻസ് കുറവാണ്. പ്ലസ് നമുക്കൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് സാധനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് വേറൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ സമയം അവിടെ വെറുതെ പോയിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇനി 3 കൂടെ സ്കാനേ ഉള്ളൂ, നോക്കാം. അപ്പം 23, 24 ആയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. മിഷൻ സക്സസ്ഫുൾ ആയി ഗൈസ്. കാർ കണ്ടുപിടിച്ചിട്ട് സനേനെ പോയി കാണുക. പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ യാ, സീ ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി മൈ ഗോഡ് ആഫ്റ്റർ എ ടയറിംഗ് ഡേ വീട്ടിലെത്തി. അതെ, നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. എത്രത്തോളം എനിക്ക് ഇവനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഞാൻ എന്തൊക്കെ ചെയ്തത് നിങ്ങൾ മാക്സിമം. സോ അത് എന്തുമാത്രം തോട്ട്ഫുൾനെസ് ആൻഡ് എന്തുമാത്രം ബഡ്ജറ്റിന്റെ അകത്ത് തന്നെ കയറി. പക്ഷേ ഭയങ്കര പാടായിരുന്നു ഇവർക്കുള്ള ഗിഫ്റ്റുകളൊക്കെ സെലക്ട് ചെയ്യാൻ. ബട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞൂടാ. എന്തായാലും എന്റെ ബഡ്ജറ്റ് പറയാം. ഞാൻ $25 അകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. എന്റെ $23.something ആയി. എനിക്ക് $25 ഞാൻ സെറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ എന്തോ കണക്ക് കൂട്ടൽ എവിടെയോ പിഴച്ചുപോയി. ഞാൻ അതായത് ബില്ല് ചെയ്യുന്ന സമയത്ത് $32 ആയിപ്പോയി. ഉടായ്പ്. അപ്പൊ ഞാൻ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട സാധനങ്ങൾ ഇവനാണ് കിട്ടാൻ പോണത്. വേറെ കാര്യം ഞാൻ എന്തുമാത്രം ഇത് ഇങ്ങനെയൊക്കെ ബഡ്ജറ്റിന്റെ മുകളിൽ കയറി പോയായിരുന്നുണ്ടെങ്കിൽ ഞാനും പിന്നെ ഞങ്ങൾക്കൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഞങ്ങളുടെ BBയിൽ ഇപ്പോൾ ഒരുപാട് പേരായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം ടു അവർ ഫാമിലി. താങ്ക് യു എല്ലാവരും കണ്ടതിന്, സപ്പോർട്ട് ചെയ്തതിന്. എല്ലാവരും കോൺസ്റ്റന്റ് ആയിട്ട് കമന്റ് ഒക്കെ ഇടുന്നത് ഞങ്ങൾ കാണാറുണ്ട്. മാക്സിമം ഞങ്ങൾ റിപ്ലൈയും ചെയ്യാറുണ്ട് അല്ലേ. അതെ, സോ നിങ്ങൾ കമന്റ് ഇടുന്നതിനൊക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ 10K ആയാൽ ഞങ്ങൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ വീഡിയോ ഞങ്ങൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഏത് കളറാണ് എടുക്കാൻ പോണേ നീ പറ. എനിക്ക് വന്നിട്ട് ബ്ലാക്ക് എടുക്കാം. അതാണ് ഞാൻ കുറെ കഷ്ടപ്പെട്ട. ഓക്കെ, ബ്ലാക്ക് എടുക്കും. ഫസ്റ്റ് നീ താ. ഓക്കെ, ബ്ലാക്ക്. വേറെ ഒന്നും കിട്ടിയില്ല. കാരണം വന്നിട്ട് ഇതെനിക്ക് ആക്ച്വലി ആവശ്യമുണ്ട്. എന്റെ കഴിഞ്ഞിരുന്നു. താങ്ക് യു. കുറച്ച് പുകയൊക്കെ കിട്ടും അങ്ങനെ. കൊള്ളാട്ടാ. ഇത് ഞാൻ വാങ്ങിക്കുന്നത് അവസാനം ഞാൻ എടുത്തതാണ്. അതുകൊണ്ട് ബഡ്ജറ്റ് കുറച്ച് ഞാൻ നോക്കിയിരുന്നു. പിന്നെ കുറെ കാര്യം ഉണ്ടായിരുന്നു. $1 $2 ആയിട്ടുണ്ടായിരിക്കും. അതാണ് ബഡ്ജറ്റിനകത്ത് വന്നപ്പോഴേക്ക് മനസ്സിലായി. ബട്ട് താങ്ക് യു. ഇനി ഞാൻ എടുത്തരാം. കണ്ണടക്ക്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതെന്തോ, ഇത് എത്ര ഡോളർ? ഡിജിറ്റൽ സ്കെയിൽ. ഇത് ഓഫറിൽ കിടന്നിരുന്നു. അത് പറഞ്ഞിട്ടില്ല. ഇത് ബഡ്ജറ്റിന് മുകളിലൊന്നും ആയിട്ടില്ല. $8. ഇത് ഞാൻ വിചാരിച്ച ഇനി ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്ക് ട്രാക്ക് ചെയ്യാൻ, പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് നമുക്ക് ഇങ്ങനെ, പിന്നെ അത് ഓഫറിലും കൂടെ ആയിരുന്നു കേട്ടോ ഇരുന്നത്. എനിക്കറിയാം, ഞാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല കേട്ടോ. ബഡ്ജറ്റിൽ ഞാൻ നോക്കിയിരുന്നതുകൊണ്ടാണ്. ബട്ട് എനിക്ക് ആവശ്യമായിരുന്നു. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ബ്ലാക്ക്. ബട്ട് ഇത് എനിക്ക് ബഡ്ജറ്റിൽ തന്നെ ഫിറ്റ് ആവുന്ന ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ലായിരുന്നു കേട്ടോ. ബട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ് സന. താങ്ക് യു. കൊള്ളാം അല്ലേ. ഇത് ഇതിൽ ക്ലിയറൻസ് അല്ല, ഇത് ഓഫറിലായിരുന്നു.
അടിപൊളിയായിരുന്നു കേട്ടോ. സോ ആ ഒരു ഇത് പെർഫെക്റ്റ് ഞാൻ കണ്ടതേ ഇല്ല, ഇത് കണ്ടിരുന്നെങ്കിൽ ഞാനും വാങ്ങിച്ചത് കേട്ടോ. 10 ഇരുന്നുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഗ്രേറ്റ്. അടുത്ത വന്നിട്ട് ബ്ലൂ കളർ. ഓക്കെ, ഇപ്രാവശ്യം നീ തുടങ്ങും. ഞാൻ എടുക്കാം. പ്ലേറ്റാ ബ്ലൂ കളർ. ഇനി എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് പിന്നെ ഒരു ടാച്ചയുടെ സിയാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചു കൊടുത്ത് സനക്ക്, ഇപ്പൊ അവള് തിരിച്ചു മേടിച്ചായിരുന്നു. ഇത് ബഡ്ജറ്റിന്റെ അകത്തല്ല കേട്ടോ, ബട്ട് ഐ സ്റ്റിൽ എനിക്ക് വേണമായിരുന്നു. സോ ഞാൻ ആക്ച്വലി ഇത് നമ്മൾ ഈ കോൺടെസ്റ്റിൽ നമ്മൾ നോക്കണ്ട, കാരണം ഇത് ഔട്ട് ഓഫ് ബഡ്ജറ്റ് ആണ്. ബട്ട് ഇതിലിപ്പോ പ്ലേറ്റ് ആണ്. ബട്ട് ഇത് മേടിച്ചതിന് നന്ദി, ഇത് എനിക്ക് വേണമായിരുന്നു. ബട്ട് ഇത് ആ കോൺടെസ്റ്റിൽ നമ്മൾ കൂട്ടില്ല. അങ്ങനെ പുതിയ പ്ലേറ്റ് കിട്ടി ഗൈസ്. ഓക്കെ, എനിക്കുള്ളത് എന്റെ ബ്ലൂ വന്നിട്ട് ലിൻഡോർസ്, നമ്മുടെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. താങ്ക് യു. കോക്കനട്ട് ആണ്, കുറെ തപ്പി. കോക്കനട്ട് ഫില്ലിംഗ് വരുന്നത്, ഞാൻ ഇതിന്റെ ചോക്ലേറ്റ് ഇൻസൈഡ് വരുന്നുണ്ട്. ബട്ട് ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, പല വേരിയൻസ് ഉണ്ട്. ഇതിങ്ങനെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകും. നല്ല ടേസ്റ്റ് അത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലായിരുന്നു അത് വാങ്ങിയപ്പോഴത്തേക്ക് സന ഇതൊക്കെ പറയുന്നു. സോ ഭയങ്കര രസമാണ്. അടിപൊളി, എന്തായാലും കൊള്ളാം. സൂപ്പർ, താങ്ക് യു. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് പോകേണ്ട കളർ വന്നിട്ട് ഓറഞ്ച്. ഓറഞ്ച് ഇത് വന്നിട്ട് മഫിൻസ് ആണ്. മഫിൻസ് സ്വീറ്റ് ഷുഗറി ട്രീറ്റ് ആക്കാന്ന് പറഞ്ഞു കുറച്ച് മഫിൻസ് വാങ്ങിച്ചതാണ്. ചായ കൂട്ടി കുടിക്കാം. ചോക്ലേറ്റ് ചിപ്പ് ഒക്കെ വരുന്നുണ്ട് അല്ലേ ഇതില്. അപ്പൊ എന്തായാലും മഫിൻസ് ആയിട്ട് ചോദിക്കരുത് കേട്ടോ, ആകെ എനിക്ക് തോന്നുന്നു കുറച്ചേ ഉള്ളൂ. എടുത്തോ. ഇനി ഞാൻ എന്റെ ഇത് ഏത് കളറാ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓറഞ്ച് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വേണമായിരുന്നു. ഇതിന്റെ ആവശ്യത്തിന് എന്റെ കോമ്പ് പിന്നെ സന ഉപയോഗിച്ചാൽ ഫുൾ മുടിയാക്കി. ഞാൻ എല്ലാ പ്രാവശ്യം വഴക്കുറയും എനിക്ക് എനിക്ക് ശരിയാക്കിത്താന്ന്. ഇപ്പൊ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു നല്ല, ഞാൻ വിചാരിച്ചത് ശരി നിനക്ക് സ്വന്തമായിട്ട് ഒരു കോമ്പ് തൊട്ട് പോരുത്, എന്റെ മാത്രമാണ്. എടുത്തോ. അടുത്തത് ഞാൻ എടുക്കാം ഫസ്റ്റ്. അപ്പൊ അടുത്ത കളർ പറ. ഓക്കെ, സോ നമ്മളുടെ അടുത്ത കളർ പേർപ്പിൾ. ഓക്കെ, പേർപ്പിൾ. കണ്ണടച്ചോ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. കോൺഫ്ലേക്സ്. ഓ, ഇത് ഇവക്ക് വേണ്ടി മേടിച്ചാണ് കേട്ടോ. ഇത് എനിക്ക് വേണ്ടി ഒന്നല്ല, നിനക്ക് ജിമ്മിൽ പോകുമ്പോഴത്തേക്കാണ്. നിനക്ക് ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് ഇതുണ്ട്. പിന്നെ ആ വെയിറ്റ് ഡെയിലി നിനക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ എന്റെ വൈഫിന് എന്നെ ഭയങ്കര ജിമ്മ് മോട്ടിവേഷൻ ചെയ്ത് വിടുകയാണ്. നാലെങ്കിൽ നീ ഒന്ന് ജിമ്മിൽ പോകുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇത് ഫ്രൂട്ട് ആൻഡ് യോഗേർട്ട് വരുന്നുണ്ട്. ഇത് മോർണിംഗ് എന്നും നീ ഇത് കലക്കി തരും ഞാൻ നിനക്ക്. ഓക്കെ, സോ റൈറ്റ്. ഓക്കെ, ആൻഡ് നല്ല കളറും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ എന്തായാലും ഞാൻ നോക്കട്ടെ. എന്റെ ഐറ്റം വെറൈറ്റിയാ, കണ്ണടക്കി. കാറാണ്. ഓ, ഇത് മറ്റേ സിനിമയില് എനിക്ക് സിനിമയില് സാലി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. ഈ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി. ഞാൻ ഇന്ത്യയിലായിരുന്ന സമയത്ത് ഏതോ ചാനലിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാറ് ഭയങ്കര സ്പീഡ് കൊണ്ടുപോകും. ഇതില് ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ ഇത് 2 കളറാണ്. സോ സനക്ക് ഡബിൾ ട്രീറ്റ് ആണ്. കണ്ട, ഇത് ചൂടത്ത് വന്നിട്ട് ബ്ലൂ ആവും, ചൂടത്ത് വന്നിട്ട് ബ്ലൂ ആവും, തണുപ്പത്ത് വന്നിട്ട് ഈ തണുപ്പത്ത് ഇരിക്കുന്നോണ്ടാണ് ഈ കളർ. ഇതേത് കാർ എന്നറിയോ? പോർഷെ ആണ്, പോർഷെ കരേര. ഓ, അടിപൊളി. കരേരയോ? പനേരല്ല, അടിപൊളി. താങ്ക് യു. അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി അപ്പൊ അടുത്ത ഞാൻ പറയാൻ കളർ ഇനി 2 അല്ലേ ഉള്ളൂ. ഇനി എന്തായാലും ഗ്രീനും ബ്രൗണും ഉണ്ടല്ലേ. അപ്പൊ ഓക്കെ, ഗ്രീനിലോട്ട് പോവാം. കണ്ടോ, നീ മാത്രം എന്നെ കണ്ടടിക്കാൻ പറയുന്ന. ഇത് ഗ്രീൻ ആണ്. ഇത് വന്നിട്ട് കോക്കനട്ട് വാട്ടർ. സനക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ കണക്ക് കോക്കനട്ട് വാട്ടർ, ജെറിറ്റോസ് ബ്രാൻഡിലെ കോക്കനട്ട് വാട്ടർ. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു സനക്ക് ജെറിറ്റോസ് ബ്രാൻഡ് ഇഷ്ടമാണ്, പിന്നെ കോക്കനട്ട് വാട്ടർ ഇഷ്ടമാണ്. ജെറിറ്റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലെ പൈനാപ്പിൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഓറഞ്ച് ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്. ഓ, അത് ആക്ച്വലി അടിപൊളി കേട്ടോ. എങ്ങനെയുണ്ടെന്നല്ല, എക്സൈറ്റഡ് ആണ്. അതെ, ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് വേണം ഞാൻ ഒരു വീഡിയോ ഇടാം എന്തായാലും. കാരണം ഇവിടെ കുറച്ച് പണിയാണ് ഇങ്ങനത്തെ. എനിക്ക് നാട്ടിലുള്ള സമയത്ത് ഭയങ്കര ഇഷ്ടം കോക്കനട്ട് വാട്ടർ. ഞാൻ ഡെയിലി പോകുമായിരുന്നു ഇത് കുടിക്കാനായിട്ട്. എന്നും ഓഫീസ് കഴിഞ്ഞ് നേരെ പോകും ഞാൻ ഇത് കുടിക്കാൻ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ ഫ്രഷ് ഇളനീർ കിട്ടാറില്ല. സോ ഞാനിവിടെ വീറ്റാ കോക്കനട്ട് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്, അതാ ട്രൈ ചെയ്യാറ്. അപ്പൊ എന്തായാലും ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കാം. കണ്ണടക്കൂ. ഞാനൊക്കെ പച്ച എന്ന് പറഞ്ഞാൽ നല്ല പച്ച ഞാൻ തരും. റെഡി, 1 2 3 സ്റ്റാർട്ട്.
ഓ എനിക്ക് തോന്നി എന്താ നീ ഇത് കണ്ടിരുന്ന നല്ല ഡ്രിങ്ക് ആയിരിക്കും എന്ന് തോന്നി. പച്ച കളറിൽ വേറെ ആരും ആലോചിച്ചു വേറെ ഡ്രിങ്ക്. ഇത് എന്താണ്? ഗുവാവ ലാവ. ഓക്കെ ഓ ഓക്കെ ദിസ് ഇസ് ലൈക്ക് സീറോ ഷുഗർ എനർജി ഡ്രിങ്ക് ആണല്ലേ. നൈസ്. ഇതെനിക്ക് ആവശ്യമാണ് ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ നിന്ന് വരുമ്പോ ഒക്കെ. പിന്നെ ജിമ്മിൽ പോകുമ്പോ ട്രൈ ചെയ്യാം. ക്രിയേറ്റിനോട് ജിമ്മിൽ പോകുമ്പോ ട്രൈ ചെയ്യാം. ഓക്കെ എന്റെ കവറിൽ നോക്കല്ലേട്ടാ. ലാസ്റ്റ് ആൻഡ് നോട്ട് ദ ലീസ്റ്റ് നീ എന്നെ കളർ പറ. ഒരേ ഒരു കളറേ ഉള്ളൂ. ബ്രൗൺ. ഓക്കെ കണ്ണടച്ച് കണ്ണടച്ചോ? ഇതിന് നീ കണ്ണടക്കണ്ട ആവശ്യമൊന്നുമില്ല. വെയിറ്റ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓ ഐ ഗെസ്ഡ് ഇറ്റ്. എനിക്ക് സ്നിക്കേഴ്സോ ഏതോ ചോക്ലേറ്റ് ആയിരിക്കും എനിക്ക് വിചാരിച്ചു. കാരണം ബ്രൗൺ ആയിരുന്നു. അതിലൊന്ന് വിശന്നപ്പോ ഞാൻ തിന്നണ ഇവൻ കണ്ട്. ഇവന് രണ്ട് സ്നിക്കേഴ്സ് ഒരു M&M വാങ്ങിച്ചത്. പക്ഷെ ഞാൻ എനിക്ക് വിശന്നപ്പോ ഒരു സ്നിക്കേഴ്സ് സാപ്പിട്ടു. താങ്ക് യു. എനിക്ക് ഇനിയും കുറച്ചും കൂടെ എനർജി നിനക്ക് തിന്നാനും കുടിക്കാനും തേക്കാനും. കണ്ണടച്ചോ സന? എന്തോ വലിയ ലാസ്റ്റ് കണ്ണ് തുറന്നു. പിന്നെയും ജെറിറ്റോസ്. ഡ്രിങ്ക് തിന്നാനുള്ളതാണല്ലോ എനിക്കുള്ളത്. ഇത് നിനക്ക് ഓർമ്മയുണ്ടോ? ഓ മൈ ഗോഡ്, ഇത് ടാമറിൻഡ് ആണ്. നമ്മൾ ഇമിലിയുടെ ടേസ്റ്റ് ഉണ്ടാവും. എനിക്കൊന്നും ന്യൂയോർക്കിൽ നമ്മൾ പോയ സമയത്ത് അവിടെയുള്ള നമ്മളെ അനിരുദ്ധാർത്ഥി കൊണ്ടുപോയില്ലേ ഒരു കടയില്, അവിടെ കിടിലനായിട്ട് ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഓ അത് നീ പറഞ്ഞാ? ഓക്കെ എല്ലാത്തിനും ഞാൻ ഒരു ബാക്ക് സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഓ ഇത് അവിടെ നിന്ന് ഞങ്ങള് കുടിച്ചത് ഒരു ഡ്രിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നമ്മൾ ടാക്കോ കടയിലായിരുന്നല്ലേ പോയത്. ഓ ഷെറ്റ്. ജെറിറ്റോസ് ഇത് ആക്ച്വലി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ട്രൈ ചെയ്തതാണ്. അപ്പൊ ഇന്ന് ഫുള്ളി വീക്ക് മൊത്തത്തിൽ എനിക്ക് കുടിക്കാനും എല്ലാം ഉണ്ട്. അടിച്ച് പൂസ്. ഞാൻ വേറൊരു കാര്യം നീ എനിക്ക് വാങ്ങുമെന്ന് എക്സ്പെക്ട് ചെയ്ത് ഞാൻ അവിടെ നിന്നിട്ട് മേ ബി ഇവനിത് വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ ചളിയായി. എനിക്ക് ഈ സെക്ഷനിൽ നിന്ന് എന്തെങ്കിലും വേണമെന്നൊരു ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം അജി വരുമ്പോ ഈ സെക്ഷനിൽ വന്ന് എടുക്കുമെന്നുള്ളത്. അവിടെ നിറയെ കമ്മലും മാലയും വളയും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ ആ സെക്ഷനിൽ പോയപ്പോ. ഓ ശരിയായി, കളർ വന്നിട്ട് വല്ല ഇട്ടിരുന്നെങ്കിൽ എല്ലാവരും എന്നെ പോലെയൊക്കെ ആലോചിക്കോ കളർ സെലക്ട് ചെയ്തതാണ്. അപ്പത്തേക്ക് നിങ്ങൾ തന്നെ പറയൂ ഗൈസ് എന്റെ തെറ്റാണോ? ടീം AJ ടീം അജി കമോൺ കമന്റ്. ആരും ഉണ്ടാവില്ല സന. ഇത് ഒരു എപ്പോഴും എന്നെ ഇങ്ങനെ ചതിക്കുന്ന ഒരു പരിപാടിയാണ്. സോ നിങ്ങൾ എന്റെ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ അതാണ് ഓക്കെ. സോ നമ്മളുടെ ഈ 2 ടൈപ്പ് ഓഫ് കുറെ കാറ്റഗറീസ് സാധനങ്ങൾ കണ്ടല്ലോ. ഇതിൽ ആരാണ് ബെസ്റ്റ് ആയിട്ട് ചെയ്തത്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഓക്കെ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫുൾ ഫോമാറ്റ് ചാലഞ്ചസ് വേണമെങ്കിൽ നിങ്ങൾ അതും അറിയിക്കുക. ഞങ്ങൾ നോർമലി ഷോർട്സ് ആണ് ചെയ്യാറുള്ളത്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. യെസ് ഓക്കെ. അപ്പൊ എന്തായാലും ബൈ.